അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ നമ്മൾ രവീന്ദ്രനാഥ ടാഗോറിനെ പഠിച്ചു. രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു. ഇനി അദ്ദേഹം രചിച്ച കാബൂളിവാല എന്ന ലോകപ്രസിദ്ധമായ ഒരു കഥ, വളരെ രസകരമായ ഒരു കഥ, അത് പല രൂപത്തിൽ നാടകമായിട്ട് അതുപോലെ സിനിമയായിട്ടും ഒക്കെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് കാബൂളിവാല എന്ന കഥയിലേക്ക് പ്രവേശിക്കാം. काबुलीवाला। मेरी 5 बरस की बच्ची जिसका नाम मुन्नी है घड़ी भर को खामोश नहीं रहती। एक दिन सुबह सवेरे मैं अपने नावल का 17वां बाब लिख रहा था। मुन्नी ने आकर कहा, बाबूजी सुबूद यानी मेरा नौकर कौवे को क्या कहता है? वो कुछ नहीं जानता और उससे पहले कि मैं कुछ कहूँ उसने दूसरी बात शुरू कर दी। देखिए बाबूजी, भूला कहता है कि आसमान में हाथी अपनी सोंठों से पानी बरसाते हैं। भूला ऐसे ही झूठी बातें करता है। मैंने हंसकर मुन्नी से कहा, मुन्नी तू भूला के साथ जाकर खेल, मुझे इस वक्त काम करना है। मेरा घर सड़क के किनारे है। एक दिन मुन्नी मेरे कमरे में खेल रही थी। अचानक वो खेल छोड़कर बरामदे में दौड़ गई और ज़ोर ज़ोर से काबुली वाले पुकारने लगी। അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഒരു കുട്ടിക്കഥയാണ്. തീം എന്താണെന്ന് ചോദിച്ചാൽ ഒരു സൗഹൃദം, കാബൂളിവാലയും ഈ കുട്ടിയും തമ്മിലുള്ളൊരു സൗഹൃദം. ഈ കുട്ടി, നമ്മുടെ മുന്നി എന്ന് പറഞ്ഞാൽ നമ്മുടെ കഥാപാത്രം, ഭയങ്കര സംസാരക്കാരത്തിയാണ്. ചെറിയ കുട്ടിയാണ്, ഭയങ്കര സംസാരക്കാരത്തിയാണ്. നല്ല രസമാവുമല്ലോ കുട്ടികളുടെ സംസാരം. പാരസകരമായ സംസാരം അത് കാബൂളിവാലയെ വല്ലാതെ ആകർഷിക്കുന്നു. കാബൂളിവാല ഇഷ്ടപ്പെട്ടത് കാരണത്താൽ അവൾക്ക് വേണ്ടി പലതും കൊടുക്കുന്നു. തൻ്റെ സ്വന്തം മകളെ പോലെ ആ കുട്ടിയെ കാണുന്നു. അങ്ങനെ കാബൂളിവാലയ്ക്ക് കുറേ ജീവിതത്തിൽ വളരെ പ്രയാസകരമായ പല ഘട്ടങ്ങളിലും അദ്ദേഹം കടന്നു പോകുന്നു. ഇതൊക്കെ കുട്ടി നേരിൽ കാണുന്നു. ഇത്തരത്തിലുള്ള ഈ ചെറിയ കുട്ടികൾക്കുള്ള ഒരു ബാലസാഹിത്യമാണ് ഇത്. മേരി 5 ബറസ് കി ബച്ചി, എൻ്റെ 5 വയസ്സുള്ള കുട്ടി, ജിസ്കാ നാം മുന്നി ഹെ, അവളുടെ പേര് മുന്നി എന്നാണ്. ഘടി ഭർ കോ ഖാമോഷ് നഹി രഹ്തി, ഒരു സമയത്ത് ഘടി ഭർക്കോ എന്ന് പറഞ്ഞാൽ സമയം മുഴുക്കെ, ഖാമോഷ് നഹി രഹ്തി അവൾ നിശബ്ദയായി നിൽക്കുകയേ ഇല്ല. ഘടീബർ സമയം മുഴുവൻ, ഖാമോഷ് നഹി രഹ്തി അവൾ നിശബ്ദയായി നിൽക്കുകയില്ല. ഏക് ദിൻ ഒരു ദിവസം, സുബഹ് സവേരെ പ്രഭാതത്തിൽ നേരത്തെ, മൈ അപ്നെ നോവൽ ഞാൻ എൻ്റെ നോവലിൻ്റെ 17വാം ബാബ് ലിഖ് രഹാ ഥാ, ഞാൻ എൻ്റെ നോവലിൻ്റെ 70ാമത്തെ ചാപ്റ്റർ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം മുന്നീനെ ആക്കർ കഹ, മുന്നി എൻ്റെ അടുത്തേക്ക് വന്ന് പറയാണ്, ബാബൂജി, ഉപ്പാ, അച്ഛാ, സുബൂദ് എന്നാൽ മേരാ നൗക്കർ, എൻ്റെ ഒരു സേവകനാണ്. നൗക്കർ എന്ന് പറഞ്ഞാൽ സേവകൻ. മേരാ നൗക്കർ, എൻ്റെ സേവകനായ സുബൂദ്, കവ്വേക്കോ കാക്ക എന്നതിന് ആ സുബൂദ് കാഗ് കഹ്താ ഹെ, കാക്കക്ക് കവ്വേ എന്ന് പറയേണ്ട സ്ഥാനത്ത് കാഗ് എന്നാ പറയുന്നത്. ഓ കുച്ച് നഹി ജാനത്ത, ഓനക്കൊന്നും അറിയില്ല. ഓന് കാക്കക്ക് കവ്വക്ക് കാഗ് എന്നാ പറയണത്. കുട്ടിയുടെ സംസാരമാണ്. ഓർ ഉസ്സെ പെഹലെ, ഇതിനു മുമ്പ്, എന്തിനു മുമ്പ്, കെമൈ കുച്ച് കാഹൂ, ഞാൻ വല്ലതും തിരിച്ചങ്ങ് പറയുന്നതിന് മുമ്പേ, ഉസ്നെ ദൂസരി ബാത് ശുറൂ കർദി, അവൾ തൻ്റെ അടുത്ത സംസാരം ആരംഭിച്ചു. എന്താ പറഞ്ഞത്? ദേഖിയേ ബാബുജി, നോക്കാണിപ്പാ, ഭൂല കഹ്താ ഹെ, ഭൂല പറയാണ്, ഹെ ആസ്മാൻ മേ, ആകാശത്തിലെ, ഹാത്തി ആന, അപ്പിന് സോണ്ടോസെ, തൻ്റെ തുമ്പിക്കൈകൾ കൊണ്ട്, സോണ്ട് എന്ന് പറഞ്ഞാൽ തുമ്പിക്കൈ, അപ്പോൾ ഭൂല പറയാണെന്ത്, ആകാശത്തിൽ ആനയുടെ തുമ്പിക്കൈയിൽ നിന്നാണ് പാനി ബർസാത്തെ ഹെ, മഴ വർഷിക്കുന്നത് എന്ന് പറഞ്ഞു.
അപ്പോൾ ഒരു രസകരമായൊരു വാക്ക് കിട്ടി നിങ്ങൾക്ക്. സോണ്ട് എന്ന് പറഞ്ഞാൽ തുമ്പിക്കൈ അല്ലേ. ഭൂല ഐസി ഹി ജൂട്ടി ബാത്തേം കർത്താ ഹെ. ഈ ഭൂല എങ്ങനെ തന്നെയാണ്. ഭൂല ഐസി ഹി ജൂട്ടി ബാത്തേം കർത്താ ഹെ. ഭൂല ഇങ്ങനെ തന്നെ ഇങ്ങനെ തെറ്റായ നുണയായ സംസാരങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇത് കള്ളം തന്നെ പൊള്ളു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ഭൂല അങ്ങനെ തന്നെ. എന്നിട്ട് മൈനെ ഹസ്കർ മുന്നീസെ കഹ, ഞാൻ ചിരിച്ചുകൊണ്ട് മുന്നിയോട് പറഞ്ഞു, മുന്നിയെ തു ഭൂലാക്കെ സാത്ത് ജാക്കർ ഖേൽ. നീ ഭൂലയുടെ അടുത്ത് ചെന്നൊന്ന് കളിച്ചു നോക്ക്. മുझे इस वक्त काम करना है. എനിക്ക് നേരത്തെ കുറച്ച് പണിയെടുക്കാണ്ട്. മേരാ ഘർ സടക്ക് കിനാരെ ഹെ. എൻ്റെ വീട് ഒരു റോഡിന് അരികെയാണ്. സടക്ക് റോഡ്, രാഹ്, രാസ്ത, മസ്ഹബ്, തരീഖ എന്നൊക്കെയാണ്. മേരാ ഘർ സടക്ക് കിനാരെ എന്ന് പറഞ്ഞാൽ അരികെ. എൻ്റെ വീട് റോഡിനരികെയാണ്. കാബൂളി വാലെ ഏക് ദിൻ ഒരു ദിവസം മുന്നി മേരെ കമ്രേ മേ ഖേൽ രഹി ഥി. മുന്നി എൻ്റെ റൂമിൽ, കമ്ര എന്ന് പറഞ്ഞാൽ റൂം, എൻ്റെ റൂമിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ജൽദി, ഫൗറൻ, ജഡ്പട്ട് എന്നൊക്കെ പറയാം. പെട്ടെന്നാണ് വോ ഖേൽ ചോഡ്കർ, മുന്നി കളിയൊക്കെ ഉപേക്ഷിച്ചിട്ട്, ചോടുക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക. നിങ്ങൾ നാളെ CAA പ്രൊട്ടസ്റ്റ് ഒക്കെ ഉണ്ടായെന്ന് പറഞ്ഞ ഓർമ്മയല്ലേ? ചോടുതോ എന്നൊക്കെ പറഞ്ഞാൽ കുറേ വിളിച്ചാണ്ടില്ലേ. അപ്പോൾ ചോടന എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക എന്നാണ് അർത്ഥം. ഖേൽ ചോഡ്കർ കളി ഒഴിവാക്കിയിട്ട് ബറാമദേ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ പോർച്ച് അല്ലെങ്കിൽ വരാന്ത എന്നൊക്കെയാണ് അർത്ഥം. പോർച്ച് അല്ലെങ്കിൽ വരാന്ത എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ സിറ്റ് ഔട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ വീടിൻ്റെ ആ വരാന്തയിലേക്ക് ദൗഡ് ഗൈ ഓടിപ്പോയി. ഓർ സെ പിന്നെ ഉറക്കെ വിളിച്ചു പറഞ്ഞു. പുക്കാറിനെ സെ, ബാക്കി അവിടെ ഇൻവേർട്ടർ കോമട്ടിൻ്റെ ശേഷം വരുന്നുണ്ട് പുക്കാറിനയിലേക്ക് നിന്ന് വിളിച്ചു പറയാൻ തുടങ്ങി. എന്താ വിളിച്ചു പറയണേ? കാബൂളി വാലേ, ഓ കാബൂളി വാലേ എന്ന് വിളിച്ചു പറയാൻ തുടങ്ങി പുക്കാറിനയിലേക്ക്. बाकी काबुली वाले के कंधे पर मेवे का थैला और हाथ में अंगूरों की पिटारी थी। मोटे मोटे कपड़े का ढीला ढाला कुर्ता पहने, सोफ़ा बांधे, लंबे डेल डोल का एक काबुली वाला सड़क पर आहिस्ता आहिस्ता चला जा रहा था। मुन्नी की आवाज़ सुनकर हंसमुख काबुली वाले ने घूम कर देखा। मुन्नी घबरा गई और उस काबुली वाले को फाटक में अंदर आता देखकर भाग गई। इसलिए कि मुन्नी की माँ कहा करती थी कि काबुली वाले बच्चों को थीले में डालकर ले जाते हैं। मैंने मुन्नी का खौफ दूर करने के लिए उसको अंदर से बुलाया। काबुली वाला अपनी झोली से किशमिश निकाल कर मुन्नी को देने लगा। मुन्नी किसी तरह लेने पर राज़ी न हुई। उसका शुबा और भी बढ़ गया। वो डर कर मुझसे लपट गई। കാബൂളി വാലയ്ക്ക് കന്ധേ പർ, കാബൂളി വാലയുടെ ഷോൾഡറിൽ, കഴുത്തിൽ, തോളത്ത്. കന്ധേ എന്ന് പറഞ്ഞാൽ ഷോൾഡർ. അപ്പം കാബൂളി വാലയുടെ ഷോൾഡറിൽ, തോളത്ത് എന്തുണ്ടായിരുന്നു? തീല, ഒരു സഞ്ചി. മേവേക്ക തീല, മേവ എന്ന് പറഞ്ഞാൽ പഴം, പഴത്തിൻ്റെ ഒരു സഞ്ചി, പഴം നിറച്ചൊരു സഞ്ചി. ഓർ ഹാത്ത് മേ, പിന്നെ കയ്യിലോ, അങ്കൂറോങ്കി പിട്ടാരി. അങ്കൂർ എന്ന് പറഞ്ഞാൽ മുന്തിരിയുടെ പിട്ടാരി, ഒരു കൊട്ടയും ഉണ്ടായിരുന്നു. പിട്ടാരി എന്ന് പറഞ്ഞാൽ കൊട്ട, പിട്ടാരി തീ, കൊട്ടയും ഉണ്ടായിരുന്നു. മോട്ടേ കപ്പടേക്ക, നല്ല തടിച്ച വണ്ണമുള്ള വസ്ത്രമുള്ള. ഢീല ഢാല കുർത്ത പെഹനെ, അപ്പോൾ നല്ല വണ്ണമുള്ള പറഞ്ഞാൽ അങ്ങനെ അത്രയും തടിയും വണ്ണമുള്ള
ഒരു കപ്പടേക്ക വസ്ത്രമുള്ള ഢീല ഢാല കുർത്ത, ഇങ്ങനെ ലൂസ് അയഞ്ഞു കിടക്കുന്ന, ഢീല ഢാല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അയഞ്ഞു കിടക്കുന്ന, ചില ആൾക്കാരിതുണ്ടാവുമല്ലോ ഭയങ്കര നീളം ഭയങ്കര വീതി, നമ്മുടെ ശരീരത്തിനേക്കാൾ ഓവറായിട്ട് വീതിയും ഭയങ്കര നീളം ഉണ്ടെങ്കിൽ ഇങ്ങനെ അയഞ്ഞ് ഓവറായി കിടക്കുമല്ലോ, അങ്ങനെ കിടക്കുന്നതിനാണ് ഢീല ഢാല എന്ന് പറയാം. അങ്ങനെ ലൂസായി അയഞ്ഞു കിടക്കുന്ന കുർത്ത പെഹനെ, കുർത്ത ധരിച്ചുകൊണ്ട്, മാത്രവുമല്ല സോഫ ബാന്ധെ, സോഫ എന്ന് പറഞ്ഞാൽ തലപ്പാവ് ധരിച്ചുകൊണ്ട്, ലംബെ നീളമുള്ള, ഡേൽ ഡോൽക്ക, ഡേൽ ഡോൽ എന്ന് പറഞ്ഞാൽ നല്ല നീളമുള്ള, എന്തുള്ള ഹൈറ്റുള്ള കാബൂളിവാല, ഒരു കാബൂളിവാല. അപ്പോൾ കാബൂളിവാലയുടെ ശരീര പ്രകൃതിയാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? അയാളെ ഒരു സ്വഭാവമാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? മോട്ടെ മോട്ടെ കപ്പടേ കാ ഢീല ഢാല കുർത്ത പെഹനെ സോഫ ബാന്ധെ ലംബെ ഡേൽ ഡോൽക്ക, നല്ല നീളം വീതിയുള്ള എന്നാണ് അതിൻ്റെ അർത്ഥം. നല്ല നീളം വീതിയുള്ള ഒരു കാബൂളിവാല. അപ്പോൾ നല്ല തടിയുണ്ട്, നല്ല നീളമുണ്ട്, പിന്നെ മാത്രമല്ല ആ തടിയേക്കാൾ വണ്ണമുള്ള, അതിനേക്കാൾ നീളവും വീതിയുമുള്ള ഒരു അയഞ്ഞ കുപ്പായമാണ് ഇട്ടിട്ടുള്ളത്, ഒരു വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. ഡേൽ ഡോൽക്ക നീളവും വീതിയുള്ള എന്നാണ് അർത്ഥം കേട്ടോ. ലംബെ നല്ല നീണ്ട, ഡേൽ ഡോൽക്ക നീളവും വീതിയുള്ള ശരീരാകൃതിയുള്ള കാബൂളിവാല, ഒരു കാബൂളിവാല. സടക് പർ ആഹിസ്ത ചലാ ജാ രഹാ താ, വഴിയിലൂടെ മെല്ലെ മെല്ലെ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മുന്നിക്ക് ആവാസ് സുൻകർ, മുന്നിയുടെ ശബ്ദം കേട്ടിട്ട്, ഹസ്മുഖ് കാബൂളിവാലെ, പുഞ്ചിരിക്കുന്ന വദനമുള്ള, പുഞ്ചിരിക്കുന്ന മുഖമുള്ള, ഹസ്മുഖ് എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കുന്ന മുഖമുള്ള, അല്ല പ്രസന്ന വദനൻ, ഹസ്മുഖ് കാബൂളിവാലെ, പ്രസന്ന വദനനായ കാബൂളിവാലെ, ഘൂംകർ ദേഖ, ഒന്ന് ഏന്തി നോക്കി, ഘൂംകർ ദേഖ, ഒന്ന് ഏന്തി നോക്കി. മുന്നി ഘബറാകി, അപ്പോൾ കാബൂളിവാല നോക്കിയതോടുകൂടെ മുന്നി പേടിച്ചു പോയി. ഓർ ഉസ് കാബൂളിവാലേക്കോ, ആ കാബൂളിവാലയെ ഫാട്ടക് എന്ന് പറഞ്ഞാൽ ഗേറ്റ്, ഫാട്ടക് എന്ന് പറഞ്ഞാൽ ഗേറ്റ്, വീടിൻ്റെ കവാടം. ആ കാബൂളിവാലയെ സ്വന്തം വീടിൻ്റെ ഗേറ്റിൽ, അന്തർ ആത്താ ദേഖ്കർ, വീടിൻ്റെ ഗേറ്റിലൂടെ ഉള്ളിലേക്ക് വരുന്നതായിട്ട് ദേഖ്കർ കണ്ടിട്ട്, ഭാഗി, കുട്ടി ഓടിപ്പോയി. ഇസ്ലിയെ, എന്താ ഓടിപ്പോവാൻ കാരണം? ഇസ്ലിയെ, ഇക്കാരണത്താൽ, എന്തുകൊണ്ടെന്ന് വെച്ചാൽ, മുന്നിക്ക് മാ കഹാ കർത്തി തീ, മുന്നിയുടെ ഉമ്മ പറയാറുണ്ടായിരുന്നു, കഹാ കർത്തി തീ, പറയാറുണ്ടായിരുന്നു. മാസി ഇസ്തിമ്രാരിയാണിത്, ഓർമ്മ ഉണ്ടാവും ഇതൊക്കെ. കഹാ കർത്തി തീ, പറയാറുണ്ടായിരുന്നു. എന്ത്? കാബൂളിവാലെ, എന്താ പറയാറുണ്ടായിരുന്നു? മുന്നിൻ്റെ അമ്മ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നേ. എന്ത്? കാബൂളിവാലെ ബച്ചോങ്കോ, കാബൂളിവാലെ കുട്ടികളെയൊക്കെ ഹേലേമേ ഡാൽക്കർ, തൻ്റെ സഞ്ചിയിലിട്ടിട്ട്, ലേജാത്തേഹേ, കുട്ടികളെ സഞ്ചിയിലിട്ട് കൊണ്ടുപോകും, തട്ടിക്കൊണ്ടുപോകുന്ന ഉമ്മ പറഞ്ഞു കൊടുത്തിരുന്നു. മേനെ മുന്നിക്ക ഖൗഫ് ദൂർ കർണേ കെ ലിയെ, ഞാൻ മുന്നിയുടെ പേടി ഒഴിവാക്കാൻ, അകറ്റാൻ വേണ്ടിയിട്ട്, ഉസ്കോ അന്തർ സെ ബുലായ, ഞാൻ ഉള്ളിലേക്ക് വിളിച്ചു, ഞാൻ അദ്ദേഹത്തെ ഉള്ളിലേക്ക് വിളിച്ചു. കാബൂളിവാല അപ്പന് ജൂലീസെ, കാബൂളിവാല എന്ത് ചെയ്തു? അന്നേരത്ത് തൻ്റെ സഞ്ചി, ജൂലി എന്ന് പറഞ്ഞാലും സഞ്ചി, അപ്പന് ജൂലീസെ, തൻ്റെ സഞ്ചിയിൽ നിന്ന് കിഷ്മിഷ് നിക്കാൽക്കർ, കിഷ്മിഷ് പറഞ്ഞാൽ ഉണക്കമുന്തിരി പുറത്തേക്ക് എടുത്തിട്ട്, മുന്നിക്കോ ദേനേലക, മുന്നിക്ക് ഉണക്കമുന്തിരി കൊടുക്കാൻ തുടങ്ങി. മുന്നി കിസി തറ ലേനെ പർ റാസി ന ഹുയി, മുന്നി ഒരു വിധത്തിലും കാബൂളിവാലയിൽ നിന്ന് ഇത് സ്വീകരിക്കാൻ തൃപ്തനായില്ല. ഉസ്ക ശുഭ, അത് മാത്രമല്ല അവളുടെ സംശയം, ശുഭഹത്ത് സംശയം, അവളുടെ ആ ഒരു ധാരണ അല്ലെങ്കിൽ ആ സംശയം, ഓർ ഭി ബഡ് ഗയ, ഒന്നുകൂടെ വർദ്ധിച്ചു. വോ ഡർക്കർ മുജ്സെ ലപ്പട് ഗയി, അവൾ പേടിച്ച് എന്നെ വന്ന് എന്ത്? ലപ്പട് ഗയി, എന്നെ വാരിപ്പുണർന്ന് എന്നെ കെട്ടിപ്പിടിച്ചു.
എന്നോട് ചേർന്നു, എന്നെ വാരിപ്പുണർന്നു, എന്നെ കെട്ടിപ്പിടിച്ചു. ലപ്പട്ടിന. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി ക്ലാസ് പിന്നീടാവാം, അടുത്ത പീരീഡിലാവാം. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കഴിഞ്ഞ പാഠങ്ങളിലെ എക്സസൈസുകളൊക്കെ എഴുതി അയക്കാത്തവർ അയക്കുക. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.